ഹായ്, ഒരേ അളവിലുള്ള നൈറ്റിയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഒന്നിച്ച് വെച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. കട്ട് മെഷീനൊന്നുമില്ല, സാധാരണ മെറ്റീരിയൽ എല്ലാം കട്ട് ചെയ്യുന്ന കത്രിക കൊണ്ട് തന്നെ. അതിൻ്റെ മെഷർമെൻ്റ് എല്ലാം അളന്ന് ഒരു പേപ്പറിൽ എഴുതിയെടുക്കും. ആദ്യം തന്നെ എഴുതിയെടുത്തതിന് ശേഷം ഏറ്റവും മുകളിലുള്ള തുണിയുടെ മേലെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കും. പിന്നെ ബാക്കിയുള്ളതെല്ലാം ആ അളവ് തന്നെ കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. 1 by 1 ആയി കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വരുന്ന പീസിൽ നിന്ന് വേണം അതിൻ്റെ സ്ലീവും ഫ്രണ്ടിലേക്ക് വേണ്ടുന്ന പീസും അതുപോലെ ബാക്ക് നെക്ക് മറിച്ചടിക്കേണ്ട പീസും കട്ട് ചെയ്തെടുക്കാൻ. തയ്യൽ തുമ്പ് ഒരുപാടൊന്നും എടുക്കരുത്, പരമാവധി കുറച്ചെടുക്കുക. കുറച്ചെടുക്കുമ്പോൾ അത്ര പോരെയും കൂടെ നമുക്ക് സ്ലീവിലേക്ക് വേണ്ടുന്ന പീസും അതുപോലെ ഫ്രണ്ടിലേക്ക് വേണ്ടുന്ന പീസും കുറച്ച് വീതി കിട്ടും. അതുകൊണ്ടാണ് തയ്യൽ തുമ്പ് പരമാവധി കുറച്ചെടുക്കാൻ പറയുന്നത്. എന്ന് വെച്ച് തീരെ കുറഞ്ഞു പോകാനും പാടില്ല. സ്ലീവ് ലെങ്ത്ത് കൂടുതലാണെങ്കിൽ പീസ് കൂട്ടേണ്ടി വരും. അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒറ്റ പീസ് പോലും കളയാതെ വേണം കട്ട് ചെയ്തെടുക്കാൻ. നൈറ്റി പീസിന് ബാക്കിയാകുന്ന ഒരുവിധം എല്ലാ പീസും തന്നെ നൈറ്റി അടിക്കാൻ വേണ്ടി വരും. പ്രിൻ്റ് വരുന്ന മെറ്റീരിയലിന് സാധാരണ മെറ്റീരിയലിനേക്കാൾ ചിലപ്പോൾ വീതി ഉണ്ടാവില്ല, പൊതുവെ കുറവായിരിക്കും. സ്ലീവ് ലെങ്ത്ത് കൂടുതൽ വേണ്ടുന്നതാണെങ്കിൽ ഇപ്പോൾ 9.5 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്ത് വേണ്ടത്. സാധാരണ കട്ട് ചെയ്യും പോലെ കട്ട് ചെയ്താൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സൈഡിൽ നിന്ന് ബാക്കി വരുന്ന പീസിൽ നിന്ന് വേണം സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടുന്ന പീസ് കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ അതുപോലെ ഫ്രണ്ടിലേക്ക് വേണ്ടുന്ന പീസും ബാക്കിലേക്ക് വേണ്ടുന്ന പീസും പിന്നെ സിബിന് പതിച്ചടിക്കേണ്ട പീസും എല്ലാം ഈ ബാക്കി സൈഡിൽ നിന്നുള്ള പീസിൽ നിന്ന് വേണം കട്ട് ചെയ്തെടുക്കാൻ.